മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട അഭിനേത്രി സുകുമാരിയുടെ സ്മരണയ്ക്കായുള്ള ആദ്യത്തെ മൾട്ടിമീഡിയ അതിൻ്റെ ഫിലിം ടെക്നോളജി സ്കൂൾ കന്യാകുമാരിയിലെ നൂറുൽ ഇസ്ലാം സെൻറ്റർ ഫോർ ഹയർ എഡ്യൂക്കേഷനിൽ തുറക്കുന്നു. സുകുമാരിയുമായുള്ള ഹൃദയബന്ധത്തിൻ്റെ ഓർമ്മകൾ ഉയർത്തി മമ്മൂട്ടി ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. അത്യാധുനിക സാങ്കേതിക സംവിധാനങ്ങളുടെ മൾട്ടിമീഡിയ ലാബുകൾ, ഡബ്ബിംഗ് തിയേറ്ററുകൾ, മൾട്ടിപ്ലക്സ് തിയേറ്റർ തുടങ്ങിയവ ഉൾപ്പെടെയുള്ള വിദ്യാസ്ഥാപനമാകും സുകുമാരിയുടെ പേരിൽ അറിയപ്പെടുക. പത്മശ്രീ സുകുമാരി മ്യൂസിയവും ഇതോടൊപ്പം സജ്ജമാകും. സുകുമാരിക്ക് ലഭിച്ച അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും ഇനി ഇവിടെയാകും ഉണ്ടാക്കുക. തെക്കൻ തിരുവിതാംകൂർ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച ലളിത, പത്മിനി രാഗിണിമാരുടെ പരമ്പരയിൽപ്പെട്ട സുകുമാരിയുടെ വേരുകളും കന്യാകുമാരിക്കടുത്തുള്ള നാഗർകോവിലാണ്. അവരുടെ ഓർമ്മകളെ നാളത്തെ തലമുറയ്ക്കായി അടയാളപ്പെടുത്തുന്ന നിഷിനെ സുകുമാരിയുമായുള്ളത് അറ്റുപോകാത്ത ആത്മബന്ധവുമാണ്. നിഷിൻ്റെ മാതൃസ്ഥാപനമായ നിംസ് ആശുപത്രിയെ സ്വന്തം വീടുപോലെ കണ്ടയാളായിരുന്നു സുകുമാരിയമ്മ. അതിന് തുടക്കമായതാകട്ടെ സ്കൂളിൻ്റെയും മ്യൂസിയത്തിൻ്റെയും ശിലാസ്ഥാപനം നിർവഹിച്ച മമ്മൂട്ടിയും. ആ കഥയ്ക്ക് ഇങ്ങനെയാണ് തുടക്കമുണ്ടാകുന്നത്. മമ്മൂട്ടിയും നിംസ് ഹാർട്ട് ഫൗണ്ടേഷന് ചേർന്നുള്ള സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ പദ്ധതിയായ ഹാർട്ട് ടു ഹാർട്ട് പദ്ധതിയിൽ സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ തുടങ്ങിയ കാലം. ഒരു ദിവസം അപ്രതീക്ഷിതമായായിരുന്നു നിംസ് മെഡിസിറ്റി MD MS ഫൈസൽ ഖാന് ഒരു ഫോൺ കോൾ വരുന്നത്. 369 എന്ന നമ്പറിൽ അവസാനിക്കുന്ന അതിൻ്റെ അങ്ങേയറ്റ തലയ്ക്കൽ മമ്മൂട്ടിയായിരുന്നു. സുകുമാരി ചേച്ചി ആശുപത്രിയിൽ വരുന്നുണ്ടെന്നും കൃത്യമായി പരിശോധിക്കണമെന്നായിരുന്നു മമ്മൂട്ടിയുടെ ആ വാക്കുകൾ. പരിശോധനയ്ക്ക് വിവരമറിയിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അടുത്ത ദിവസം തന്നെ സുകുമാരിയമ്മ നിംസ് ആശുപത്രിയിലെത്തി. ഗുരുതരമായ ഹൃദ്രോഗമാണെന്നും ഉടൻ ആൻജിയോപ്ലാസ്റ്റി വേണമെന്നുമായിരുന്നു ഡോക്ടർമാരുടെ നിർദ്ദേശം. ഈ വിവരം മമ്മൂട്ടി തന്നെ സുകുമാരിയുടെ മകനായ ഡോക്ടർ സുരേഷിനെ അറിയിച്ചു. നിംസ് ഹാർട്ട് ഫൗണ്ടേഷൻ ഡയറക്ടർ ഡോക്ടർ മധു ശ്രീധരൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ദൗത്യം ഏറ്റെടുത്തു. ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാവുകയും ചെയ്തു. അന്നു മുതൽ സുകുമാരിയോടുള്ള ഹൃദയബന്ധം ചേർത്ത് പിടിക്കുകയാണ് നിംസ് കുടുംബം. പിന്നീട് ഹൃദയബന്ധത്തിൻ്റെ പ്രവർത്തനം മോശമായതിനെ തുടർന്ന് വീണ്ടും ശസ്ത്രക്രിയ നടത്തി. അതിനുശേഷം കുറച്ചുനാൾ സുകുമാരിയമ്മ നിംസിൽ തന്നെയായിരുന്നു. തനിക്ക് ലഭിച്ച അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും നിംസിൻ്റെ മേൽനോട്ടത്തിൽ സൂക്ഷിക്കണമെന്ന ആഗ്രഹം അവർ അന്നേ പങ്കുവച്ചിരുന്നു. ചികിത്സ പൂർത്തിയാക്കി ചെന്നൈയിലെ വീട്ടിൽ വിശ്രമിക്കവേ അപ്രതീക്ഷിതമായിട്ടായിരുന്നു സുകുമാരിയമ്മയുടെ അന്ത്യം. എൻ്റെ കുടുംബത്തിലെ മൂത്ത മകനെന്ന് സുകുമാരിയമ്മ വിശേഷിപ്പിച്ച മമ്മൂട്ടിയുടെ കൈകളിലൂടെ അവരുടെ ഓർമ്മകൾ തുടിക്കുന്ന വിദ്യാലയത്തിന്, മ്യൂസിയത്തിനും ആദ്യ ശിലയിടുമ്പോൾ അതിലെവിടെയോ ഇന്നുമിടിക്കുന്ന ഒരു മാതൃഹൃദയവുമുണ്ട്. GTV ന്യൂസ്, നെയ്യാറ്റിങ്കര.